ഹലോ എവ്രി വൺ. സോ അങ്ങനെ ഒഫീഷ്യലി എൻ്റെ ബർത്ത്ഡേ ആയിട്ടുണ്ട്. Jan 6th ആണ് എൻ്റെ ബർത്ത്ഡേ. സോ ഐ ടേൺഡ് 17. ഐ ഡു. ഐ എം 2009. സോ ഐ എം 17. ഒരു 6 ദിവസത്തിൻ്റെ വ്യത്യാസത്തിലൊന്നും ഇപ്പുറത്തായിപ്പോയി, അത്രേ ഉള്ളൂ. സോ അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിയാക്കാറുണ്ട് എന്നെ 2007. അല്ല സോറി, അവരൊക്കെ 8 ആണല്ലോ, ഞാൻ മാത്രമാണ് 2009 ആയിപ്പോയത്. അത് ഞാൻ രാത്രി ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്തതിൻ്റെ മുടി ഇരിക്കുന്നുണ്ടല്ലേ. ഐ ജസ്റ്റ് വോണ്ട് ടു ഫിഗർ ഔട്ട് സംതിങ് ഓൺ ദാറ്റ്. ആൻഡ് ദിസ് ഇസ് മൈ നൈറ്റ് ഡ്രസ്. സോ ഞാൻ ഇതിൽ തന്നെ കേക്ക് കട്ടിയാന്ന് വെച്ചു. കേക്ക് ഫ്രിഡ്ജിലുണ്ട്. കേക്ക് സോ പ്രിട്ടി അഗെയിൻ. ആക്ച്വലി എൻ്റെ ഈ ബർത്ത്ഡേക്ക് ഐ ഡോണ്ട് ഫെൽറ്റ് ലൈക്ക് ബർത്ത്ഡേ ആണെന്നുള്ള എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു. മീൻസ് ജനുവരി 1st 2nd ഡേ വാസ് ലൈക്ക് ആദ്യത്തെ 2 ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഇറ്റ് വാസ് ജസ്റ്റ് ബാഡ് ഫോർ മീ. ഐ വാസ് ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് ഡൗൺസ് ആൻഡ് അപ്സ്. സോ അപ്പോൾ എനിക്ക് ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റേ പോയി. ഞാൻ കേക്കൊന്നും കിട്ടുന്ന കേക്ക് ചെയ്യാം, ആദ്യം ഞാൻ കസ്റ്റമൈസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നോക്കിയിട്ട് പിന്നെ ചെയ്തില്ല. പിന്നെ ലാസ്റ്റ് അമ്മ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ പോയി കസ്റ്റമൈസേഷനൊക്കെ കൊടുത്തു. പക്ഷേ ദ പീപ്പിൾ അറൗണ്ട് മേക്ക് മൈ ബർത്ത്ഡേ വെരി സ്പെഷ്യൽ. ലൈക്ക് എനിക്കിങ്ങനെ വേർഡ്സൊക്കെ പതറി പോകുന്നു. സോ ക്യാൻ യു ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ്. ലൈക്ക് ഇത് ഒരു ലിറ്റിൽ ഡെക്കറേഷനാണ്. ഇതൊക്കെ എനിക്ക് കിട്ടിയ പല പല ആൾക്കാർ തന്ന ഗിഫ്റ്റ്സ് ഉണ്ട്. സോ അമ്മ അതെല്ലാം കൂടി ഒന്ന് റാപ്പ് ചെയ്ത് ഒരു തീമിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞാൻ പിൻട്രസ്റ്റിൽ നോക്കി. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ചെയ്തത്, പക്ഷേ റാപ്പിംഗ് ഫുൾ അമ്മയാണ് ചെയ്തത്. ഇപ്പോൾ തട്ടിക്കൂട്ടിയൊരു ചെറിയ ബർത്ത്ഡേ സെറ്റപ്പാണ്. ആൻഡ് ഓൾസോ ഒരു ബോ കണ്ടുപിടിക്കുന്നത് ഞാൻ പിൻട്രസ്റ്റിൽ നോക്കി കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ബട്ട് ഇതൊക്കെ എന്താണെന്ന് കൂടി എനിക്കറിയാം. നമുക്ക് എന്ത് ക്യൂട്ടാണ് ഇത്. കുഞ്ഞ് ഗിഫ്റ്റ് ബോ. ഇത് കെട്ടിയത് അമ്മയാണ്, അതാണ് ഇത്ര വൃത്തിയായിട്ടിരിക്കുന്നത്. സോ ആൻഡ് ആ ഗിഫ്റ്റ് ഞാൻ എന്താണ് എൻ്റെ ബർത്ത്ഡേ കിട്ടിയെന്ന് ഡെഫിനറ്റ്ലി വാട്ട് ഐ ഗോട്ട് ഫോർ മൈ ബർത്ത്ഡേ എന്തായാലും ചെയ്യും. ബിക്കോസ് ഐ റിയലി വോണ്ട് ഇറ്റ്. കാരണം വോണ്ട് ടു ഡു ദാറ്റ്. ബിക്കോസ് കുറേ എന്താ ഭയങ്കര സ്പെഷ്യലായിട്ട് പോലെ തോന്നി. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഈ മൊമെൻറ്റിൽ. കാരണം എത്ര പേരാണെന്നറിയോ 12 മണിക്ക് സ്റ്റോറി ഇട്ടത്. ആ സ്റ്റോറി ഇട്ടവരൊക്കെ എടുത്ത എഫേർട്ട്. കുറേ പേര് ഫോട്ടോ കളക്ട് ചെയ്ത് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. എൻ്റെ അമ്മ പുട്ട വീഡിയോ ഫോർ മീ. ആൻഡ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ ഭയങ്കര സ്പെഷ്യലാക്കിയ പോലെ തോന്നി. ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ, സോ ഹാപ്പി. എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ആൻഡ് ആ ഗിഫ്റ്റാണ് ഞാൻ പറഞ്ഞ വൈറ്റ് ഫ്ലവേഴ്സ് ആൻഡ് ദാറ്റ് വൈറ്റ് ബോക്സ്. ഹീ ജസ്റ്റ് ട്രാവൽഡ് 120 kilometers ഫോർ മീ. എനിക്ക് ആ ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് അത്രയും ദൂരം വന്നു എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് തരാൻ വേണ്ടി. സോ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഇങ്ങനത്തെ ഫ്രണ്ട്സൊക്കെ ലൈഫിലുള്ളത്. എനിക്ക് ഒരിടയ്ക്ക് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. പക്ഷേ ഞാൻ കുറച്ച് നാൾ മുന്നെയാണ് ഇതൊക്കെ ആഗ്രഹിച്ചതെങ്കിലും ഫൈനലി എനിക്കിപ്പോഴാണ് കിട്ടിയത്. സോ ഞാൻ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. ക്യാൻ യു സീ ദാറ്റ്? ഐ വിൽ ഷോ യു വൺ മോർ തിങ്. ഐ ഡോണ്ട് നോ വാട്ട് ഷുഡ് ഐ സേ. ഇനി ഒരു വർഷത്തേക്ക് മേക്കപ്പ് വായിക്കാണ്, അത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. ഐ ഡെഫിനറ്റ്ലി ഡു വാട്ട് ഐ ഗോട്ട് ഫോർ മൈ ബർത്ത്ഡേ. ആൻഡ് ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നത് എനിക്ക് അത്രയും ഞാൻ ഹാപ്പി ആയതുകൊണ്ടാണ്. ഇത് ബൊക്കെ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാത്ത എൻ്റെ ഫ്രണ്ട് അവൻ സ്വന്തമായി ഉണ്ടാക്കിയ ബൊക്കെയാണ് എനിക്ക് വേണ്ടി. സോ ഹാപ്പി. എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ബ്ലോ ഡ്രൈ ചെയ്ത ഹെയർ ആണിത് ഇന്നലെ. അപ്പോൾ ഇത് കുളമായി ആക്ച്വലി. സോ ഇതൊന്നും സെറ്റ് ചെയ്തിട്ട് കുറച്ച് ബ്ലഷ് ഇട്ട് ഒരു ലിപ്സ്റ്റിക്കോ ലിബാമോ എന്തെങ്കിലും ഇട്ട് ഒരു കമ്മലും ഇട്ടിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ആൻഡ് കേക്ക് ഇസ് ഓൾസോ സോ പ്രിട്ടി. പിങ്ക് കളറാണ്. ആൻഡ് മൈ ഔട്ട്ഫിറ്റ് ഇസ് ഓൾസോ സോ പ്രിട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈം ആണെന്ന് ഇടുന്നത്, ഇവരിത് ഇട്ടില്ലായിരുന്നു. സോ യെസ്. സോ ഇനി ഞാൻ പോയി റെഡി ആയിട്ട് വരാം. ഓക്കെ, റെഡി ആവുന്ന കാണിക്കാവുന്നില്ല. സോ റെഡി ആയിട്ട് വരാം. So this is the final decoration looks and this is my cake. It looks so yum and so pretty. Look at that. Pink in color as well. So it's a dark pink, not just a light pink, but it matches the entire look. But നമ്മളിത് പ്ലാൻ ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മളൊരു പിങ്ക് ബോ സെറ്റ് ചെയ്തില്ല. പക്ഷേ ഞങ്ങളിൽ ഉള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്തത്. കാണുമ്പോൾ മനസ്സിലാവുന്നല്ലോ. My packing skills are behind and my Amma's packing skills are in front. ആൻഡ് ഇത് ആ ഒരു തീമിന് മാച്ച് ആവാൻ വേണ്ടി ഇതൊക്കെ സെപ്പറേറ്റ് തന്ന ഗിഫ്റ്റാണ് കേട്ടോ. ഞാൻ ആ ബോ ഒന്ന് കെട്ടി വെച്ചതാണ് ഇതിലൊക്കെ. ആൻഡ് ദിസ് ഇസ് മൈ ഫ്രണ്ട്സ് ഗിഫ്റ്റ്. ആൻഡ് ഇതിലും ഉണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗിഫ്റ്റ്. ദിസ് ഇസ്
ഹൗ ഇറ്റ് ഇസ് ക്യൂട്ട് ആൻഡ് എലഗൻറ്റ്. ആൻഡ് എന്നെ കാണിക്കണ്ടേ. ആൻഡ് ദിസ് ഇസ് മീ. ഞാൻ ഓർഡർ ചെയ്ത സൈഡ് ടേബിൾ വന്നില്ല. സോ അപ്പുറത്തെ റൂമിൽ കിടന്നെടുത്ത് ഇവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ബട്ട് ഇറ്റ് ലുക്സ് ക്യൂട്ട്. യാ, സൺലൈറ്റ് ഇവിടെയാണ് അടിക്കുന്നത്. ഇവിടെ അടിച്ചിരുന്നെങ്കിൽ എന്ത് ഭംഗിയായിരുന്നേനെ. സോറി ഗൈസ്, എനിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് എൻ്റെ ഫോണിൽ തീരെ സ്റ്റോറേജ് ഇല്ല. കാരണം അത്രയും ഫോട്ടോസും വീഡിയോസാണ്. ആൻഡ് ഈ ഒരു വീഡിയോ ഭയങ്കര ലോങ് ആണ്. അത്യാവശ്യം ഞാൻ മാക്സിമം ഷോർട്ടാക്കി ഇടാം. സോ ബ്രിങ് സം സ്നാക്സ് വൈൽ വാച്ചിങ് ദാറ്റ് വീഡിയോ. ഇത് കഴിഞ്ഞിട്ടായിരിക്കും ആ വീഡിയോ വരുന്നത്. ലൈക്ക് വാട്ട് ഐ ഗോട്ട് ഫോർ മൈ ബർത്ത്ഡേ. ആൻഡ് ദിസ് ഇസ് ദ ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ഷൂട്ടിംഗ് ദാറ്റ് വീഡിയോ. ഷോ യു സംതിങ്. ഇത് കണ്ടോ, ഈ ഒരു ചോക്ലേറ്റ് താഴത്തെ വീട്ടിൽ അപ്പാർട്ട്മെൻറ്റിലുള്ളതാണ്. എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ തന്നത്. വെരി സ്വീറ്റ്. സോ എൻ്റെ സ്റ്റോറേജ് ഫുള്ളാണ്. എനിക്കറിഞ്ഞൂടെ ഞാൻ എങ്ങനെ ഈ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുമെന്ന്. സ്റ്റിൽ ഞാനിവിടെ ഒന്നും വൃത്തിയാക്കില്ല. ബിക്കോസ് ഐ വാസ് ബിസി വിത്ത് എഡിറ്റിംഗ്. ക്യാൻ യു സീ ദ മെസ്? ഞാൻ വൃത്തിയാക്കി വന്നിട്ട്. സോ ഇപ്പം ഞാൻ റെഡി ആയിട്ട് വരാം എപ്പോഴെങ്കിലും. പിന്നെ ഈ പുതിയ മേക്കപ്പ് സാധനങ്ങൾ വെച്ചിട്ട് ഐ റിയലി വോണ്ടഡ് ടു ഷൂട്ട് എ വീഡിയോ. പക്ഷേ ഐ കുഡിൻ്റ്. ഐ എം സോറി. ബട്ട് ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് ഇതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പം പെട്ടെന്ന് എനിക്കൊന്ന് സ്റ്റോറേജ് ഫുള്ളായപ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടായിരുന്നു. സോ ഐ വാസ് ജസ്റ്റ് കൺഫ്യൂസ്. സോ എനിക്കൊന്ന് ഫിഗർ ചെയ്യണം. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. മാല അത് മറ്റേ അതിൽ കണ്ടപ്പോൾ കുറച്ചുകൂടെ വലുതായിട്ട് തോന്നി. പക്ഷേ ഇല്ല, ഇതിൽ കാണുമ്പം വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചുകൂടെ വലിപ്പം തോന്നിക്കുന്നത്. റിയൽ ലൈഫിൽ അത്ര, പക്ഷെ വീഡിയോയിൽ അത്ര തിളക്കം കുറവാണ്. പക്ഷെ റിയൽ ലൈഫിൽ കുറച്ചുകൂടെ തിളക്കമുണ്ട്. എന്താണ് എൻ്റെ മാലേനെ പറ്റി പറയാനുള്ളത്? ഞാൻ കഷ്ടപ്പെട്ട പൈസ. ഇപ്പം മാല കുറച്ചുകൂടെ തിളക്കം അറിയുന്നല്ലേ. ബാക്ക് ക്യാമറ ഓൾവേസ് ഗുഡ്. സോ ഐ എം ബാക്ക് ഹോം. നമ്മളൊരു 6 മണിയായി ഇറങ്ങിയപ്പോൾ. ഒരു 6:30 ആയപ്പോൾ അവിടെ എത്തി. എന്നിട്ട് ഇപ്പോൾ ഒരു 9 മണിയായി തിരിച്ചെത്തിയപ്പോൾ. ദ പ്ലേസ് വാസ് സോ നൈസ്. ലൈക്ക് ഭയങ്കര കാം ആൻഡ് ദ ഫുഡ് വാസ് ഓൾസോ അമേസിങ്. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല വീഡിയോസ്, കാരണം അവിടെയൊക്കെ ഇങ്ങനെ വോം ലൈറ്റ് വെക്കുന്നുണ്ട്. അത് വീഡിയോ ഭയങ്കരമായിട്ട് ഇതാവുന്നു. ലുക്ക് അറ്റ് മൈ ക്യാറ്റ് ഐ നെയിൽസ്. ഒരു കയ്യിലേ വെച്ചുള്ളൂ, ബിക്കോസ് എനിക്ക് ഇതിൽ ഞാൻ വെക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ നാളെ ക്ലാസ്സിനൊക്കെ പോകണം. സോ 2 കയ്യിൽ വെച്ചാൽ ശരിയാവത്തില്ല. സോ അത്രേ ഉള്ളൂ. ഒരു ക്യൂട്ട് വ്ളോഗാണ്. ഞാൻ ഓൾസോ ഇതിൻ്റെ കൂടെ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഗെറ്റ് റെഡി വിത്ത് മീയും കൂടെ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. ബട്ട് ഐ കുഡിൻറ്റ്. സ്റ്റോറേജ് ഇഷ്യൂ ഓഫ് കോഴ്സ്. ഞാൻ കുറേ ഡിലീറ്റ് ചെയ്തു എന്തൊക്കെയോ. ആൻഡ് റൂമിൻ്റെ അവസ്ഥ ഇതുവരെ ക്ലീൻ ആക്കിയിട്ടില്ല. ഇത് മൊത്തവും ക്ലീൻ ആക്കിയിട്ട് വേണം എനിക്കിത് കിടന്നുറങ്ങാൻ. പിന്നെ ബർത്ത്ഡേയുടെ സാധനമൊക്കെ ഇളകി വീഴാറ്. ഞാൻ തൽക്കാലം അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇനി
നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ ഈ വീഡിയോ ഇനി എന്നാണ് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ എനിവേ എൻ്റെ ബർത്ത്ഡേ Jan 6 ഇപ്പോൾ ഒരു ഷോർട്സ് വന്നിട്ടുണ്ടാവും ബൈ ദിസ് ടൈം. അപ്പോൾ അത്രേ ഉള്ളൂ.